നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഈ പഞ്ഞപ്പുല്ലും പച്ചപ്പയറും നമ്മളൊരു തലേ ദിവസം വൈകിട്ട് സോക്ക് ചെയ്യാനും ഒരു മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മതി. ഞാൻ പക്ഷേ 2 കപ്പ് എടുത്തു, എനിക്ക് 2 ദിവസം ഉണ്ടാക്കാൻ വേണ്ടി. ഒരു മെഷർമെൻറ്റ് കപ്പ് ഞാൻ 2 കപ്പ് റാഗി എടുത്തു, പൊടിക്കാത്ത റാഗി. അതേ മെഷർമെൻറ്റിൽ 2 കപ്പ് നമ്മൾ ചെറുപയറും എടുത്തു. ഇതൊരു 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കാണും. അതും എടുത്തിട്ട് അത് രണ്ടും കൂടെ നമുക്ക് കുറച്ച് ഉലുവ, 1 സ്പൂൺ ഉലുവ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് കഴുകി ഒരു 2-3 പ്രാവശ്യം നല്ലതായിട്ട് ഞെരടി കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് രാത്രി വെക്കാം. രാത്രി ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിക്കണം. ഇതങ്ങ് കുതിരും വെച്ചോട്ട് പൊങ്ങും. അത് മൂടി അവിടെ വെക്കാം. ഓവർനൈറ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം. രാവിലെ ഇതെടുത്തു നല്ലതായിട്ട് ഓൾറെഡി കഴുകിയതല്ലേ, ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് വെള്ളമില്ലാതെ ട്രെയിൻ ചെയ്ത് ഒരു മിക്സർ ജാറിനകത്തോട്ട് ഇതിട്ട് അരയ്ക്കാം. രാവിലെ വെള്ളമില്ലാതെ എടുക്കണം, വേറെ വെള്ളം ഒഴിച്ച് നമുക്ക് അരയ്ക്കാം. എന്നിട്ട് അത് നല്ലതായിട്ട് ദോശമാവൊക്കെ അരയ്ക്കുന്ന പോലെ നമുക്ക് അരച്ചുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പില, കുറച്ച് ജീരകം, ഞാൻ പെരുംജീരകമായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടി. കുറച്ച് ജീരകമോ പെരുംജീരകം, കരിയാപ്പില, 1 തണ്ട് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിടണം. 1 തണ്ട് ഇഞ്ചി കട്ട് ചെയ്തിട്ടു, കുറച്ച് കരിയാപ്പില ഇട്ടു, ഒരു 3 നമ്മുടെ കാഞ്ഞ മുളക് ഇട്ടു, ഒരു കപ്പ് തേങ്ങ തിരുമ്മിയല്ല, ഞാൻ ഈ കഷ്ണമായിട്ടുള്ളത് ഇടുക. 1 കപ്പ് തേങ്ങ നമുക്ക് ഇത്ര ഇട്ടുകൊണ്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ട് മിക്സിക്കകത്ത് ഗ്രൈൻഡ് ചെയ്യുക. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. അത് നല്ലതായിട്ട് അരച്ചെടുത്തു. ദോശമാവിൻ്റെ കുറച്ച് ഉപ്പിട്ട്, നമ്മൾ ആദ്യം ഉപ്പിട്ട് ഇച്ചിരി ഉപ്പിട്ട് ഇളക്കിയെടുക്കുക. നമുക്ക് ദോശമാവിൻ്റെ ഈ ബാറ്റർ വന്ന് ദോശമാവിൻ്റെ ഇഡലി മാവ് പോലെ ദോശമാവ് ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത്. അങ്ങനെ എടുത്തിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന മാതിരി കല്ല് വെച്ചു. ഈ ഫ്രൈയിങ് പാനേക്കാട്ടും നല്ലത് ഇരുമ്പ് കല്ല്, അപ്പോഴാണ് നല്ല ടകമൊക്കെ വേഗത്തുള്ളൂ. കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തു. കല്ല് നല്ല മീഡിയം ഹീറ്റ് ഒരു മാവ് ഒഴിച്ച് നല്ലതായിട്ട് വട്ടത്തി വരത്തിക്കൊണ്ട് വരണം. കരം കുറച്ച് വരത്തണം മീഡിയം ഹീറ്റിൽ. ഇത് പയറല്ലേ, അത് വേകണം. നല്ല മീഡിയം ഹീറ്റിൽ പരത്തിയിട്ട് നമുക്ക് ഇച്ചിരി എണ്ണയോ ഓയിലോ നെയ്യോ ഒഴിക്കാം. പക്ഷേ എണ്ണ വേണ്ടാത്തവർക്ക് വേണ്ട, എണ്ണ കുഴപ്പമില്ലാത്തവർക്ക് ഇച്ചിരി നെയ്യോ ഓയിലോ. ഞാനിപ്പോൾ ഒരു നെയ്യ് സൈഡിൽ ശകലം നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാത്തവർക്ക് വേണ്ട. പിന്നെ ഇച്ചിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ഇളക്കി തിരിച്ചിടാം. തിരിച്ച് വിട്ട് നല്ല 2 സൈഡും നല്ലതായിട്ട് മുരിച്ചെടുക്കാം. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു കാർബോ ഇതല്ല, കാർബില്ല, മീൻസ് അരിയുടെ ഫാറ്റില്ല. നല്ല ഹെൽത്തിയാണ്, ഹൈ പ്രോട്ടീനാണ്. നമുക്കൊരു ചട്നിയും വെച്ച് ഒരു മുട്ടയും പുഴുങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തേങ്ങ ചട്നി വെച്ചാൽ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റായി. താങ്ക് യു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം, നല്ല ഹെൽത്തിയാണ്. താങ്ക് യു.